വേദിയിലുള്ള ഡോക്ടർ ആശലത, ശ്രീ സണ്ണി എബ്രഹാം, ഡോക്ടർ സിനി, കെ വി അരുൺ, അജിത് കുമാർ, പ്രിയപ്പെട്ട പ്രതിനിധികളെ, അഞ്ചാമത് കേരള പഠന കോൺഗ്രസ് ഭാവി കേരളത്തെ രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിന് 69 വർഷത്തെ വികസനാനുഭവങ്ങളുണ്ട്. കേരളത്തെ എങ്ങോട്ട് മുന്നോട്ട് നയിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ദിശാബോധം സൃഷ്ടിച്ചതിൽ കഴിഞ്ഞ 4 പഠന കോൺഗ്രസിനും വലിയ പങ്കുവഹിക്കാനായിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ വേണം ഇനി നമുക്ക് എങ്ങോട്ട് പോകണം, മുന്നോട്ട് എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ച് തീരുമാനിക്കാം. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അധ്യക്ഷനാകാൻ വന്നതാണ്. ഉദ്ഘാടകൻ കൂടി ആയി മാറിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എങ്കിലും ഇവിടെ പാനലിസ്റ്റുകളെല്ലാം ഈ ഗതാഗത രംഗത്തെ വിദഗ്ധന്മാരായതുകൊണ്ട് എന്നിലൂടെ വരുന്ന എല്ലാ കുറവുകളും അവർ നികത്തിക്കൊള്ളുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഈ വേഷം കെട്ടുന്നത്. ഒരു നാടിൻ്റെ സാമൂഹ്യ വികസന രംഗത്ത് ഗതാഗത സൗകര്യത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്, നിങ്ങളോട് പറയേണ്ടതില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പരിമിതിയാണ് ഇന്നത്തെ സദസ്സിലും കാണുന്നത്. ഏത് സാമൂഹ്യ പ്രതിബദ്ധത ആവശ്യപ്പെടുന്ന വിഷയങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ കുറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് സിവിൽ എഞ്ചിനീയർമാരും നാടിൻ്റെ ഗതാഗതത്തെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉള്ളവരും ഒട്ടേറെ പേരുണ്ടെങ്കിലും എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന ആലോചനയിൽ പങ്കെടുക്കാൻ പരിമിതമായ ആളുകൾ മാത്രമേ എത്തുന്നുള്ളൂ. യഥാർത്ഥ ജനാഭിലാഷം കേവലമായ ചില കാര്യങ്ങളിൽ കുടുങ്ങി ദീർഘവീക്ഷണമില്ലാതെ ആയിപ്പോയി മാറുന്നുണ്ടോ പലപ്പോഴും എന്ന് സംശയിക്കേണ്ടി വരികയാണ്. ഞാനത് ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നമ്മുടെ ഒരു പൊതുവെ ഇത്തരം പഠന കോൺഗ്രസ് ഒരു ബുദ്ധിവ്യായാമമായി മാത്രം മാറാതെ കേരളത്തിൻ്റെ നാളിതുവരെയുള്ള അനുഭവ പങ്കാളിത്തം കൂടി ഷെയർ ചെയ്യേണ്ട വേദികളാക്കി നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്ന പരിമിതിയെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. സാമൂഹ്യ പുരോഗതിയെയും അതുപോലെ തന്നെ ആധുനിക കാലത്ത് നമ്മൾ നേരിടുന്ന പരിസ്ഥിതി മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ട്, വളരെ പെട്ടെന്ന് വരുന്ന അപ്രതീക്ഷിതമായ പരിസ്ഥിതി മാറ്റങ്ങളുണ്ട്. അതിനെല്ലാം വ്യക്തമായ കാരണങ്ങളുണ്ട്. നമ്മൾ അന്വേഷിച്ച് പോയാൽ അതൊക്കെ ഒരു ആഗോള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. ഒരു ചെറിയ ഭൂപ്രദേശം മാത്രം വിചാരിച്ചാൽ ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലോകം തന്നെ ചുരുങ്ങി വരുന്നത് കൊണ്ട് ഇത് എല്ലാം സംബന്ധിച്ച്, പരിസ്ഥിതി വിഷയത്തെ സംബന്ധിച്ചായിരുന്നാലും ഭൗമിക സംരക്ഷണത്തെ സംബന്ധിച്ചായാലും ഒരു ലോക വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. അതിന് ലോകത്തിൻ്റെ ചിന്തകളാകെ ശാസ്ത്രീയമായി രൂപപ്പെട്ട് വരുന്നതിന് ഇന്നത്തെ അനുഭവം വെച്ച് നോക്കിയാൽ ഇനിയും കാലങ്ങളെടുക്കും. പലതരത്തിലുള്ള താല്പര്യങ്ങളുടെ ഏറ്റുമുട്ടലുകളുണ്ട്, സാമ്രാജ്യത്വ മോഹങ്ങളുണ്ട്, മേധാവിത്വത്തിൻ്റെതായ കിടമത്സരങ്ങളുണ്ട്. ഇതിനെല്ലാം അധിഷ്ഠിതമാക്കിയാണ് ഇപ്പോൾ കാർബൺ ബഹിഷ്കരണത്തിൻ്റെ ചർച്ച വന്നാലും അതിൻ്റെ ഉച്ചകോടി സമ്മേളനങ്ങൾ വന്നാലും ഓരോ രാജ്യത്തിൻ്റെയും താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അപകടത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെ അപകടം കുറച്ചുകൊണ്ട് വരും എന്നതിനെ സംബന്ധിച്ച് ഒരു സമവായത്തിലെത്താൻ കഴിയാത്ത രൂപത്തിൽ വിരുദ്ധമായ താല്പര്യങ്ങളാണ് ഇന്ന് ലോകത്താകെയുള്ളത്. ഈ ഒരു ലോക പരിസ്ഥിതിയിലെല്ലാം നിന്നുകൊണ്ട് വേണം നമ്മുടെ ഒരു കൊച്ചു ഭൂപ്രദേശത്തെ സംബന്ധിച്ച്, അതിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച്, വികസന സാധ്യതകളെ സംബന്ധിച്ച് ആലോചിക്കേണ്ടി വരുന്നത്. കേരളത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനസാന്ദ്രത വർദ്ധിച്ച ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. ഭൂപ്രദേശത്തിൻ്റെ ഒരു ടെറൈൻ നോക്കിയാൽ അങ്ങനെ നീളത്തിലാണ്. കിഴക്ക് ഭാഗം ഉയർന്നും പടിഞ്ഞാറ് ഭാഗം കടലിനോട് ചേർന്നും ഉള്ള ഒരു ടെറൈനാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതു കാലാവസ്ഥാ വ്യതിയാനവും നന്നായി ബാധിക്കുന്ന ഒട്ടേറെ ഭൂപ്രദേശങ്ങളുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് വേണം, ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രത്യേകതകൾക്കകത്ത് നിന്നുകൊണ്ട് വേണം
നമ്മുടെ നാടിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ച് ആലോചന കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ സാമൂഹ്യ പരിസ്ഥിതി മാറ്റങ്ങളെയെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന ഒരു ഗതാഗത സംവിധാനം നമുക്ക് ഒരുക്കാനാകണം. മറ്റു വേണം നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടത് എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ജനവിഭാഗം എന്ന് പറയുമ്പോൾ സ്ത്രീകളുണ്ടാകും, അതിൽ ഭിന്നശേഷിക്കാരുണ്ടാകും, വൃദ്ധജനങ്ങളുണ്ടാകും, കാൽനട യാത്രക്കാരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ജനവിഭാഗങ്ങളാണ്. അവരെയെല്ലാം ഉൾച്ചേർക്കുന്ന ഇൻക്ലൂസീവായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട്, അതും ഒരു പ്രയാസമേറിയ ഒന്നാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ നിലയിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് വേണം നമ്മുടെ വികസനത്തെ കാണേണ്ടത്. ഇപ്പോൾ റോഡ് എന്താണ്? ഈ റോഡിൻ്റെ ഒരു കണക്ടിവിറ്റി കൊണ്ടാണ് നമ്മുടെ സാമൂഹ്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു കുട്ടിക്ക് സ്കൂളിലേക്ക് പോകണം, അധ്യാപകർക്ക് പഠിപ്പിക്കാൻ പോകണം, റോഡിനെ മാത്രമേ ആശ്രയിക്കാൻ പറ്റൂ. ഒരു ഉൽപ്പന്നം വിപണിയിലെത്തണം, മാർക്കറ്റിലെത്തണം, നമുക്ക് റോഡിനെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. മറ്റ് വ്യവസായ സംരംഭങ്ങളിലേക്ക് നമുക്ക് നടന്നു നീങ്ങണം. ജനങ്ങൾക്ക് അവരുടെ യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പൊതുയിടത്തേക്ക്, സ്ഥാപനത്തിലേക്ക്, ജോലിക്ക് ഒക്കെ പോകണം. റോഡുകളല്ലാതെ മറ്റ് ആശ്രയമില്ല. അങ്ങനെ ജനജീവിതത്തെ ആകെ കണക്ട് ചെയ്യുന്ന ഒന്നായി നമ്മുടെ ഗതാഗത, പ്രത്യേകിച്ച് റോഡ് ഗതാഗതം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ തടസ്സമില്ലാത്ത ഒരു റോഡ് ശൃംഖല നമുക്കുണ്ടാകണം. ഇപ്പോൾ പട്ടണങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡുകളുണ്ട്. പട്ടണങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡുകൾ സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് പട്ടണത്തിലേക്ക് വരുമ്പോഴും അവിടെ നാൽക്കവലകൾ കാണും, എല്ലാ റോഡിൽ നിന്നും വാഹനങ്ങൾ വന്നു ചേരും. അവിടെയൊക്കെ ഉണ്ടാകുന്ന ട്രാഫിക് തടസ്സങ്ങൾ ഇന്ന് ഗതാഗത ശൃംഖലയുടെ അല്ലെങ്കിൽ കണക്ടിവിറ്റിയുടെ ഒരു പ്രധാന തടസ്സമായി മാറേണ്ടതുണ്ട്. കേരളത്തിൽ എത്രയോ നഗരങ്ങളിലാണ് നമ്മൾ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയുള്ളത്. അത് നമുക്ക് പരിഹാരം കാണേണ്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പ്രയാസങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? പിന്നെ നമ്മുടെ റോഡിൻ്റെ നേരത്തെയുള്ള പരിമിതി കുറേ നമ്മൾ അതിജീവിച്ച് പോവുകയാണ്. അതിൻ്റെ റോഡിൻ്റെ നവീകരണം കഴിഞ്ഞാൽ അതിൻ്റെ കാലദൈർഘ്യം, ഇപ്പോൾ നല്ല മഴ പെയ്യും, നമ്മുടെ പോകുന്നതിൻ്റെ ഇരുവശവും വൃക്ഷങ്ങളുണ്ടാകും, അതിൻ്റെ മഴയത്തുള്ള അതിൽ നിന്നുള്ള ചോർച്ചയുണ്ടാകും. ഇതെല്ലാം റോഡിൻ്റെ ആയുസ്സിനെ ബാധിക്കുന്ന തരത്തിലാണ്. മലയോര മേഖലകളിലൂടെ പോകുന്ന റോഡാണെങ്കിൽ അതിനേക്കാളാണ്. വെള്ളപ്പൊക്കം വന്നാൽ റോഡിലൂടെയാണ് വെള്ളം കയറി വരുന്നത് പല ഭാഗങ്ങളിലും. അപ്പോൾ ഈ കാലാവസ്ഥ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയിൽ, ഇപ്പോൾ ക്വാളിറ്റിയിൽ വരുന്ന കുറവ് ഒക്കെ വലിയ തോതിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്, ഗതാഗത സൗകര്യത്തെ ബാധിക്കുന്നുമുണ്ട്. ഇതിനെങ്ങനെ അതിജീവിക്കാം? ഇപ്പോൾ കേരളത്തിലെ ഒരു അനുഭവത്തിൽ പുതിയ കാലത്തിനനുസരിച്ചുള്ള ഒരു നവീകരണ പ്രക്രിയ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. റോഡുകളെല്ലാം BMBC ആക്കുക. BMNBC 2 ലെയർ ടാർ വരുന്ന ദീർഘകാലം ഈട് നിൽക്കുന്ന റോഡുകളുടെ സൃഷ്ടിയാണ്. വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ BMNBC റോഡുകൾ ഗ്രാമീണ മേഖലയിൽ പോലും ഉള്ള, പൊതുമരാമത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏകദേശം എല്ലാ റോഡുകളും BMNBC അനുസരിച്ച് പൂർത്തിയാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമായി ഇന്നിപ്പോൾ കേരളത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കാഴ്ചപ്പാടനുസരിച്ച് കേരളത്തിൻ്റെ റോഡ് നിർമ്മാണത്തിൽ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തുകൊണ്ട്, പൊതുമരാമത്ത് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ വ്യക്തമായ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എൻ്റെ ഒരു അനുഭവം, നമ്മൾ അനുഭവം കൂടി പങ്കുവയ്ക്കലാണല്ലോ. എൻ്റെ നിയോജകമണ്ഡലം ഒരു ഗ്രാമീണ മലയോര മേഖലയാണ്. 243 കിലോമീറ്ററാണ് എൻ്റെ മണ്ഡലത്തിൽ PWD റോഡുകളുള്ളത്. അത് 200 മീറ്ററിലധികം, 200 കിലോമീറ്ററിലധികം ഇന്നിപ്പോൾ BMNBC റോഡുകളാണ്. അത് PWD റോഡുകൾ മാത്രമല്ല, ഗ്രാമീണ മേഖലയിലെ റോഡുകളും BMNBC ആക്കി മാറിയിരിക്കുന്നത്. ഇത് കൂടാതെയാണ് ഏകദേശം 10% BMNBC PWD രംഗത്തുണ്ടായി എന്നൊരു ഫീലിംഗ് ആണ് നാട്ടുകാർക്കുള്ളത്. കാരണം എന്താണെന്നറിയോ? 10-40 കിലോമീറ്റർ BMNBC വരാത്തത് വനമേഖലയിലൂടെ ഫീസിബിലിറ്റിയുടെ കാര്യത്തിൽ ചില തടസ്സങ്ങളുള്ളത് കൊണ്ടാണ്. ഇത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം അനുഭവമല്ല, ഞാൻ എൻ്റെ അനുഭവം പങ്കുവെച്ചതേ ഉള്ളൂ. ഇത് കേരളത്തിലൊരു പൊതുചിത്രമാണ്. അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അത് കൊണ്ടുവരാൻ കഴിഞ്ഞതിന് നമ്മളെ സഹായിച്ച ഒരു സാമ്പത്തിക സ്രോതസ്സുണ്ട്. ഒരിക്കലും നമ്മൾ കുറച്ച് കണ്ടുകൂടാ. അതാണ് കിഫ്ബി.
പണ്ട് ഇവിടെ കിഫ്ബി ഉണ്ടായിരുന്നു. പക്ഷേ 2016 ശേഷമാണ് കിഫ്ബിയെ നവീകരിച്ചത്. വിശ്വസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ ഡയറക്ട് ബോർഡിലേക്ക് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ ആയിക്കൊണ്ട് ഒരു ബോർഡ് പുനഃസംഘടിപ്പിച്ചു, ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. ബഡ്ജറ്റിന് പുറത്ത് നമുക്ക് കുറേ പണം സമാഹരിച്ച് അതിലൂടെ ഈ നാടിൻ്റെ ഭൗതിക പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തിയെടുക്കുക. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യുന്നതല്ലേ. ഈ റോഡിന് ഉപയോഗിക്കുന്ന പണം എന്ന് പറയുന്നത് ഡെഡ് മണി അല്ല, ഭാവിയിലെ സാമ്പത്തിക വികാസത്തെ സഹായിക്കുന്നതാണ്. റോഡിൻ്റെ കണക്ടിവിറ്റി വർദ്ധിച്ചാൽ അതിലേക്കൊരു കാൽവയ്പ് കൂടിയായിരുന്നു ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എന്നതുകൂടി കാണണം. അതിനെ സഹായിച്ചൊരു സംവിധാനമാണ്, സാമ്പത്തിക സംവിധാനമാണ് കിഫ്ബി. നിർഭാഗ്യവശാൽ കിഫ്ബിയെ ബഡ്ജറ്റിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് കിഫ്ബി മുഖാന്തരം നമ്മൾ സമാഹരിച്ച് നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമ്മൾ രൂപീകരിച്ച കാഴ്ചപ്പാട് തകർക്കാൻ ഒരു പരിശ്രമമുണ്ട്. അത് ഒരിക്കലും ഒരു സംസ്ഥാന വികസനത്തിന് ഗുണം ചെയ്യുന്ന സമീപനമല്ല എന്ന തിരിച്ചറിവ് കൂടി നമുക്ക് വേണം. അതിൻ്റെ മറ്റു രാഷ്ട്രീയ വശങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഇപ്പോൾ എന്താ നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി? ഒരു ഫെഡറലിസ്റ്റ് ഭരണഘടനയല്ലേ, ഫെഡറലിസം അല്ലേ അതിൻ്റെ കാതൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിസ്ക്കൽ ഫെഡറലിസവും. ഒരു സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തതയിലേക്ക് വളരാൻ ഉതകുന്ന ഒരു നൂതനമായ പദ്ധതി കൊണ്ടുവന്നാൽ സത്യത്തിൽ സഹായിക്കേണ്ട സമീപനമാണ് യൂണിയൻ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. കാരണങ്ങൾ ചകഞ്ഞ് ഞാൻ പോകുന്നില്ല, പക്ഷെ അക്കാര്യത്തിൽ നിർഭാഗ്യകരമായ സമീപനം നമുക്കുണ്ട്. അതെല്ലാം നമ്മുടെ ഭാവി പ്രവർത്തനത്തിന് തടസ്സമാണ്. ഈ കിഫ്ബി മോഡലിൽ രാജ്യത്ത് ഒരു സാമ്പത്തിക സംവിധാനം രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചനയുള്ളപ്പോഴും ഇവിടെ ഇത് പാടില്ല എന്ന് പറയുന്ന ഒരു തെറ്റായ രീതി കൂടി നമ്മുടെ മുമ്പിലുണ്ട് എന്നത് നമുക്ക് കാണാനാകണം. കിഫ്ബിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയ തോതിലാണ് നമുക്ക് തുക ഈ കാലയളവിൽ ചെലവാക്കാൻ കഴിഞ്ഞത്. 34,000 കോടി അല്ലേ, 3,400 45,000 കോടി. 45,000 കോടിയിലധികം രൂപ ഇതിനകം തന്നെ നമുക്ക് ചിലവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ? ഗതാഗത രംഗത്ത്, റോഡ് നവീകരണ രംഗത്ത്, PWD റോഡുകളും മറ്റും നവീകരിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ ദേശീയപാത 66 എടുത്തു പരിശോധിച്ചാൽ ഏകദേശം പൂർത്തീകരണത്തിലേക്ക് വരികയല്ലേ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 9 മണിക്കൂർ കൊണ്ട് യാത്രാ സൗകര്യം മെച്ചപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു വികസന കുതിപ്പ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. 6 വരി പാതയാണ്, പണ്ട് ഉപേക്ഷിക്കപ്പെട്ടിരുന്നതാണ്, സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നതാണ്. ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തോടു കൂടി അതിൻ്റെ പിന്നിൽ നിന്നപ്പോൾ ഈ ദേശീയപാത കേരളത്തിന് ആവശ്യമാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞ ഒന്നാണ് ഈ ദേശീയപാത വികസനം എന്ന് നമുക്ക് കാണാനാകും. ഇത്തരത്തിലുള്ളൊരു വികസന കാഴ്ചപ്പാടാണ് ദേശീയപാതകളെ സംബന്ധിച്ചായിരുന്നാലും പ്രധാന റോഡുകളെ സംബന്ധിച്ചായിരുന്നാലും നമുക്ക് വരേണ്ടത് എന്നത് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ദേശീയപാത 66 മാത്രമല്ല, ഞാൻ നേരത്തെ നമ്മുടെ ടെറൈൻ്റെ പ്രത്യേകത പറഞ്ഞു. ഒരു ഭാഗം മലകൾ കൊണ്ടാണ്, മറുഭാഗം തീരദേശമാണ്. ദേശീയപാതയ്ക്കൊപ്പം തന്നെ 2 ദേശീയപാതകൾ കൂടി സമാന്തരമായി നിർമ്മിച്ച് പൂർത്തിയാക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിൽ മലയോര പാത ഏകദേശം വികസന പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു സാധ്യത വളരെ വലുതാണ്. ഞങ്ങളുടെ എല്ലാം എൻ്റെ നിയോജകമണ്ഡലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മലയോര മേഖലയാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിലൂടെയും ഈ മലയോര പാത കടന്നു പോവുകയാണ്. ആ ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. ഏകദേശം പാറശാല മുതൽ കാസർഗോഡ് വരെ മലയോര മേഖലയിലൂടെ ഒരു പാത, തീരദേശത്തൂടെ ഒരു പാത. അപ്പോൾ ഈ 3 ദേശീയ പാതകൾ തന്നെ വരുമ്പോൾ കേരളത്തിൻ്റെ കണക്ടിവിറ്റി 10 മടങ്ങ് വർദ്ധിക്കും. ഈ ഗതാഗത കുരുക്കിൽ നിന്ന് വലിയ പരിധി വരെ കേരളത്തെ നമുക്ക് രക്ഷിച്ച് കൊണ്ടുവരാനാകും. അത് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഭൂമിയുടെ ലഭ്യതക്കുറവാണ്. ജനസാന്ദ്രതയെ പോലെ തന്നെ ഭൂമിയുടെ ലഭ്യതക്കുറവ് വളരെ വലുതാണ്. ഇപ്പോൾ ദേശീയപാതയൊക്കെ അളക്കുമ്പോൾ നോക്കിക്കാണുമ്പോൾ ഒരുപക്ഷെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വടക്കോട്ട് പോയാൽ ഗുജറാത്തിലോ ഒക്കെ പോയി നോക്കുമ്പോൾ കാണുന്ന തരത്തിലുള്ള വീതിയേറിയ പാത നമുക്ക് കേരളത്തിൽ സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? അത്രയും ഭൂമി നമുക്ക് ലഭ്യമല്ല.
6 വരിപ്പാത തന്നെ വലിയ 4 വരിപ്പാതയാക്കണമെന്നുള്ള ഡിമാൻഡുകളൊക്കെ ഉയർന്ന സമരം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. അതുപോലും വലിയ പ്രയാസമായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ആവശ്യതാബോധത്തിൽ നിന്നുകൊണ്ട് നിശ്ചയദാർഢ്യം കൊണ്ട് അത് നേടിയെടുത്തതാണ്. 8 വരിപ്പാതയോ 10 വരിപ്പാതയോ ആക്കണമെങ്കിലോ നമുക്ക് വലിയൊരു ജനസഞ്ചയത്തെ ഒഴിപ്പിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രയാസമുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് മലയോരപാത, തീരദേശപാത, അതുപോലെ തന്നെ ജില്ലകൾ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനതല പാത, ഈ പാതകളുടെ എല്ലാം വികസനത്തെ സംബന്ധിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടത്. ഇപ്പോൾ ഭൂമി ലഭ്യതയ്ക്ക് വേണ്ടി നമ്മൾ എന്താ സ്വീകരിച്ചത്? ഏറ്റവും നല്ല പാക്കേജ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ പുനരധിവാസത്തെ റീഹാബിലിറ്റേഷൻ സംബന്ധിച്ച് ഏറ്റവും നല്ല പാക്കേജ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. ആകർഷണീയമായ പാക്കേജ് വന്നപ്പോൾ ജനങ്ങളും തയ്യാറാവുന്നു. അതിന് വരുന്ന വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ദേശീയപാതയ്ക്ക് ഉൾപ്പെടെ നമുക്കിപ്പോൾ കുറേ അധികം സമ്പത്ത് നീക്കി വയ്ക്കാൻ കഴിഞ്ഞത് കിഫ്ബി നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നമുക്ക് അനിവാര്യമാണ് എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ പറ്റണം. ഭാവിയിൽ നമുക്ക് ഇത്തരം പാതാ വികസനങ്ങൾ കൂടിയേ തീരൂ എന്നുള്ളതും നമുക്ക് കാണാൻ ആകണം. പിന്നെ നമ്മുടെ ഈ കണക്ടിവിറ്റിയെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് പാലങ്ങൾ. ഇപ്പോൾ അനിവാര്യമായി നമ്മുടെ റോഡ് വികസനത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ അനിവാര്യമായ ഒന്നാണ് പാലങ്ങളുടെ നിർമ്മാണം എന്നത്. ഒരുപാട് നദികളും അരുവികളും ജലസ്രോതസ്സുകളും കടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പ്രധാനപ്പെട്ട നദികൾ മാത്രമല്ല, നമുക്ക് എവിടെ പോയാലും ഒരു തോട് അത് കടന്നാണ് റോഡിൽ പോകാൻ കഴിയുന്നത്. ചെറിയ ചെറിയ ജലസ്രോതസ്സുകൾ അതെല്ലാം കടന്നു വേണം നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളത്. ഒരു സാമൂഹ്യ ബന്ധങ്ങളുടെ അരക്കിട്ടുറപ്പിക്കുന്നതിനും വെറും വാഹനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമല്ല, ഒരു കരയിൽ നിന്ന് മറുകരയിലേക്കുള്ള ജനസമ്പർക്കം ഉറപ്പിക്കുന്നതിനും നമുക്ക് ഈ പാലങ്ങൾ അനിവാര്യമാകുന്നുണ്ട്. ഒരു സാമൂഹ്യ പുരോഗതിയെ കൂടി സഹായിക്കുന്ന ഒന്നാണ് ഈ പാലങ്ങളുടെ നിർമ്മാണം. ആ തരത്തിലുള്ള പാലങ്ങൾ നമുക്ക് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭാവിയിൽ കേരളത്തിൽ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് കാണണം. ഇപ്പോൾ പാലങ്ങളുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 2 റോഡുകൾ വരുന്നു, അവിടെ ഒരു പാലം കെട്ടി യോജിപ്പിക്കുന്നു എന്നത് മാത്രം പോരാ. വെള്ളപ്പൊക്കം വന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഉയരം വേണം, ബലം വേണം, വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വിട്ട് വേണം. അപ്പോൾ ഇതെല്ലാം തരത്തിൽ യോജിപ്പിക്കുന്ന ആവശ്യങ്ങൾ, റിക്വയർമെൻറ്റ്സ് എല്ലാം കാണുന്ന രൂപത്തിൽ വേണം, പരിഹരിക്കുന്ന രൂപത്തിൽ വേണം പാലത്തിൻ്റെ നിർമ്മാണം നമുക്ക് കൊണ്ടുവരാൻ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്ക് പാലമായാലും റോഡായാലും മുൻകൂട്ടി ഡിസൈൻ ചെയ്യാനാകണം, ജനങ്ങളുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട്. വെറുതെ ഒരു സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ അങ്ങ് പോവുക എന്നുള്ളതല്ല. ഒരു പ്രദേശത്തിൻ്റെ സാമൂഹ്യ പരിസ്ഥിതി മേഖലയിൽ അതെങ്ങനെ സ്വാധീനിക്കും, ആ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ആകെ നോക്കിക്കാണുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, ഇൻക്ലൂസീവായിട്ടുള്ളൊരു സമീപനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഡിസൈനിങ് ഈ റോഡുകൾക്കും പാലങ്ങൾക്കും ഒക്കെ ആവശ്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. പലയിടത്തും നല്ല റോഡുകൾ നിർമ്മാണത്തിന് വേണ്ടി PWD ഫണ്ടെല്ലാം അനുവദിക്കും, നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഒരു സമയബന്ധിതമായി, ഒരു നല്ല കരാറുകാരനാണ് എടുക്കണമെങ്കിൽ സമയബന്ധിതമായി പൂർത്തിയാക്കിയെന്ന് വരും. അവിടെയും നമുക്ക് കുറേ കാര്യങ്ങൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. കരാർ വ്യവസ്ഥയിൽ ആവശ്യമായ കാലോചിതമായ മാറ്റങ്ങൾ പൊതുമരാമത്ത് രംഗത്ത് വരുത്തിയാൽ മാത്രമേ കഴിയുള്ളൂ. എന്താ, ഒരാൾ കരാർ എടുക്കുകയാണ്, ഒരു എഗ്രിമെൻ്റ് പീരീഡ് ഉണ്ട്, എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ആ എഗ്രിമെൻ്റ് പീരീഡ് വരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും. ഇതിനിടയ്ക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും, ടെർമിനേറ്റ് ചെയ്താൽ കോടതിയിൽ പോകും, അവിടെ കിടക്കുകയാണ് ആ വികസന പ്രവർത്തനം. ഇപ്പം കരാറെടുത്ത് കഴിഞ്ഞാൽ ജനങ്ങളെ പ്രതികരിക്കുന്നവരാണല്ലോ ജനപ്രതിനിധികൾ. ചിലയിടത്ത് ഉദ്യോഗസ്ഥന്മാരും ഈ കരാറുകാരൻ്റെ പുറകെ നടക്കുകയാണ്. കമ്മിറ്റഡായ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് ശമ്പളം കിട്ടാൻ പ്രയാസമല്ല. ഇവരെല്ലാം ഈ കരാറുകാരനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മുടെ ആ വ്യവസ്ഥയിൽ, കരാർ വ്യവസ്ഥയിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഒരു കരാറെടുത്താൽ അതിൻ്റെ ഓരോ ഫേസും വ്യവസ്ഥ ചെയ്യണം. എടുക്കുന്ന ആദ്യത്തെ 2-3 മാസം കൊണ്ട് ഇതെല്ലാം ചെയ്തിരിക്കണം, ഇന്നതെല്ലാം ചെയ്തിരിക്കണം. അതിൻ്റെ അടുത്ത ഭാഗം കൊണ്ട് അതിൻ്റെ ലെവൽസും മറ്റുമെല്ലാം പൂർത്തിയായിരിക്കണം.
ടാറിങ്ങും മറ്റുമൊക്കെ ഉള്ളതാണെങ്കിൽ ടാറിങ് ആരംഭിക്കേണ്ടതിൻ്റെ പീരീഡ് ഫിക്സ് ചെയ്യണം. ഇത് ഏത് ലംഘിച്ചാലും അത് കുറ്റകരമാകുന്ന രൂപത്തിൽ, കരാറുകാരൻ്റെ വീഴ്ചയാകുന്ന രൂപത്തിൽ കരാർ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് ഇന്നത്തെ കേരളത്തിൽ അനിവാര്യമാണ്. മറ്റൊന്നാണ് ഈ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇലക്ട്രിസിറ്റി പോകുന്നത് റോഡിൻ്റെ സൈഡിലൂടെയാണ്. കാരണം ലൈറ്റും മറ്റുമൊക്കെ ഇത് അനിവാര്യമായ കാര്യമാണ്. ഗതാഗത സൗകര്യത്തിനൊപ്പമാണ് ഇലക്ട്രിസിറ്റിയും നമ്മൾ സപ്ലൈ വരുന്നത്. വാട്ടർ സപ്ലൈ അതിന് നിയന്ത്രിക്കുന്ന വാട്ടർ അതോറിറ്റിയാണ്, മറ്റേത് KSEB ആണ്. വാട്ടർ സപ്ലൈ പോകേണ്ടത് റോഡിൻ്റെ ബേയിലൂടെ, റോഡിൻ്റെ സൈഡിലൂടെയാണ്. ദേശീയപാതകൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനുള്ള ഡെപ്റ്റും മറ്റുമൊക്കെ കണ്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷേ സാധാരണ റോഡുകളും ജില്ലാതല റോഡുകളും ഗ്രാമീണ റോഡുകളുമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രയാസം വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വാഹനങ്ങളുടെ എണ്ണം എത്ര തോതിലാണ് കൂടുന്നത്. അവിടെയും നമുക്കൊരു കാഴ്ചപ്പാട് വേണം. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംബന്ധിച്ച് ഒരാൾ ഒരു കാറുമെടുത്ത് ഓഫീസിൽ പോകേണ്ടതുണ്ടോ എന്നതൊരു സാമൂഹ്യ ചർച്ചയും സാമൂഹ്യ ബോധവുമായി മാറേണ്ടതുണ്ട്. നഗരങ്ങളിലേക്ക് വരുമ്പോഴെങ്കിലും നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കിയാൽ പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആരംഭിച്ചാൽ മതി. സൗകര്യമുള്ള ബസ്സുകൾ കൊടുത്താൽ മതിയല്ലോ. ഇതൊക്കെ പ്രസംഗിക്കുന്ന രൂപത്തിൽ, ചർച്ച ചെയ്യുന്ന രൂപത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ഇതിലേക്ക് നമ്മുടെ ചിന്ത പോണ്ടേ? യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും അങ്ങനെയാണ്. ഒരു ഓഫീസിലേക്ക് പോകാൻ, ഓഫീസിൽ ചെന്നാൽ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നിരത്തിലായിരിക്കും. ആ നിരത്ത് ബ്ലോക്ക് ആവുകയാണ്. ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ നിരത്തിലാണ് പാർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനും അസൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഇടയാക്കുകയാണ്. എന്നാൽ നഗരത്തിലേക്ക് വരുന്ന ഒരു വാഹനം നഗരപ്രാന്തത്തിൽ ഒരു വലിയ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ടാക്കിയാൽ പൈസ കൊടുത്ത് പാർക്ക് ചെയ്താൽ മതി. അവിടെ നിന്ന് പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ആരംഭിച്ചാൽ, അപ്പോൾ അതിന് ഇത് വേണം, തടസ്സമില്ലാതെ വാഹനം വേണം. പക്ഷെ അത് ലാഭകരമായി നടത്താൻ പറ്റും. അത് KSR. അപ്പോഴാണ് പൈപ്പ് പൊട്ടുന്നത്. പിന്നെയാണ് വാട്ടർ അതോറിറ്റി അവരുടെ കണക്ടിവിറ്റി നന്നാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ പൈപ്പ് ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറുമൊക്കെ ആയിട്ട് വരുന്നത്. ഒരു മാസം മാത്രം പൂർത്തിയായ നല്ല റോഡുകൾ കുഴിക്കാനുള്ള അനുവാദം ചോദിച്ചാണ് പിന്നെ വാട്ടർ അതോറിറ്റി നടക്കുന്നത്. അവിടെ കുഴിക്കുകയാണ്. ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല പിന്നെ ആ റോഡ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, റോഡൊന്ന് വീതി കൂട്ടിയാൽ പോസ്റ്റ് റോഡിൻ്റെ നടുക്കാവും. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ, അത് ഗ്രാമീണ റോഡായാലും പ്രധാനപ്പെട്ട റോഡുകളായാലും, ഒരു റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ആ യൂട്ടിലിറ്റി സംവിധാനങ്ങൾ, അതിൻ്റെ യൂസേജിന് ആവശ്യമായ ഡെപ്റ്റോ അതിനുള്ള സ്ഥലമോ നമ്മൾ കണ്ടെത്തി പോകാൻ കഴിയണം. ഇതെല്ലാം ബഡ്ജറ്റിലൂടെ ഗവൺമെൻറ് നൽകുന്നതാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും. ഇലക്ട്രിസിറ്റി ബോർഡിനായിരുന്നാലും വാട്ടർ അതോറിറ്റിക്കായിരുന്നാലും PWDക്കായിരുന്നാലും ഫണ്ട് പൊതുഖജനാവിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇതിനൊരു കൺവേർജൻസ്, ഒരു സംയോജിത സംവിധാനം നമുക്ക് കൊണ്ടുവന്നാൽ അത് മോണിറ്റർ ചെയ്യാൻ മാത്രം പോരാ. അതിൻ്റെ ഫ്രം ദി ബിഗിനിങ് ഡിസൈനിങ്ങിൽ ഉൾപ്പെടെ DPR തയ്യാറാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് ഗതാഗത സൗകര്യ മെച്ചപ്പെടുത്തലിനെ മാറ്റാൻ പറ്റിയാൽ അത് വലിയ പ്രയോജനം ചെയ്യും. സാമ്പത്തികമായി ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം ഉണ്ടാക്കും. എല്ലാവർക്കും അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. റോഡ് നന്നാക്കുക, പൊളിക്കുക എന്നുള്ള ഇന്നത്തെ ഒരു പരിതാപകരമായ അവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ പുതിയ വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമാക്കാൻ ഉള്ള ചർച്ചകൾ നടക്കണമെന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന. ഇതൊക്കെ ചിലത് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ തയ്യാറാക്കിയ ഒരു മന്ത്രി അവതരിപ്പിക്കേണ്ട ഒരു രേഖയുണ്ട്. അതൊക്കെ നമ്മുടെ ജനറൽ കൺവീനർ അതിൻ്റെ വിശദാംശങ്ങൾ പറയും. ഇതൊന്നും മന്ത്രിയുടെ തലയെ കൊണ്ടിട്ടുള്ളത് ഞാൻ പറയുന്ന ഈ അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് മന്ത്രി പറഞ്ഞതാണ് എന്നുള്ള ധാരണ വരുന്നത്. മറ്റൊന്ന്, നമ്മുടെ റോഡുകളെല്ലാം സ്മാർട്ട് റോഡുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. സ്മാർട്ട് റോഡുകളാകുക എന്ന് പറയുമ്പോൾ ഒരു സാങ്കേതിക വിദ്യയുടെ പ്രദർശനം എന്നുള്ള നിലയിലല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് സ്മാർട്ട് റോഡാക്കേണ്ടത്. സ്മാർട്ട് റോഡാക്കുമ്പോൾ നമുക്ക് ട്രാഫിക് മാനേജ്മെൻറ്റ് വേണം, സിഗ്നൽ നിയന്ത്രണം വേണം, പാർക്കിംഗ് സംവിധാനങ്ങൾ വേണം, അപകട മുന്നറിയിപ്പുകൾ വേണം, യാത്രാസമയ നിയന്ത്രണം വേണം. ഇതിലെല്ലാം ഡേറ്റാധിഷ്ഠിതമായ സാങ്കേതികമായ ഏകോപനം, അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഓരോ പ്രദേശത്തെയും ആവശ്യകത നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. എല്ലായിടത്തും ഒരു പൊതു രീതിയല്ല.
ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചുള്ള ഒരു രീതികളാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കെല്ലാം ഒരുപോലെ സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഉപയോഗം ഉറപ്പാക്കുന്ന ഡിസൈൻ സമീപനം നിർബന്ധമാക്കേണ്ടതുണ്ട്. ഇതെല്ലാം സ്മാർട്ട് റോഡുകളുടെ ഒരു പ്രത്യേകതയായി നമുക്ക് നിരത്തുകൾ പരിപാലിക്കുന്നതിൽ അതിൽ നമുക്കൊരു സാമൂഹ്യ ബോധം തന്നെ വേണം. പബ്ലിക് റോഡ് അത് സൂക്ഷിക്കേണ്ട ജോലി നമുക്കില്ല എന്നൊരു പൊതുജന ബോധമുണ്ട്. അവിടെ എന്തും ആകാം, എന്തും വലിച്ചെറിയാം, എങ്ങനെയും കുഴിച്ചെടുക്കാം. അത് നമ്മുടേതല്ല, അത് സർക്കാരിൻ്റേതാണ്. സർക്കാർ ഏതാ? അത് നമ്മളല്ലേ. അതൊരു പുതിയ അവയർനെസ്, ഒരു പൊതുബോധം വളർത്തിയെടുക്കുന്ന പ്രവർത്തനം നമുക്ക് തീർച്ചയായിട്ടും നടത്തേണ്ടിയിരിക്കുകയാണ്. ചില യൂറോപ്യൻ കൺട്രികളൊക്കെ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പോകുന്നു. ഒരുപാട് പ്രത്യേകതകളാണ്. ഇവിടുത്തെ ജനസംഖ്യ അനുപാതത്തിൻ്റെ കുറവൊക്കെ അതിനെ നയിക്കുന്നുണ്ടാകും. പക്ഷേ അവിടെ ഒരു കൾച്ചർ വാർത്തെടുത്തിട്ടുണ്ട്. അവർ പൊതുമുതലെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ഞങ്ങൾക്ക് കൂടി പ്രയോജനമുള്ളതാണ്. ഈ പൊതുമുതൽ സംരക്ഷിക്കാൻ ഞങ്ങളിൽ നിന്ന് നീതി ഈടാക്കുന്നുണ്ട് എന്നൊരു ധാരണ പൊതുവിൽ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഒട്ടുമില്ലാത്തതാണ്. നമുക്കെല്ലാം അറിയാം, വേസ്റ്റ് എൻ്റെ പുരയിടത്തിൽ പാടില്ല, അയൽക്കത്തേക്ക് വലിച്ചെറിയാൻ ഒരു കുഴപ്പമില്ല. പ്ലാസ്റ്റിക് വലിയ കുഴപ്പമാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് കുഴപ്പമാണെങ്കിൽ എൻ്റെ മതിലിനുള്ളിൽ കിടക്കാതിരുന്നാൽ പോരെ, തൊട്ടടുത്ത് കിടന്നാലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ നമ്മൾ കാര്യം. ഏതോ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു റീല് അടുത്ത കാലത്ത് വളരെ കൗതുകത്തോടെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. വീട്ടിൽ കറണ്ട് പോയാൽ ലണ്ടനിലാണെങ്കിൽ ആദ്യം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിക്കും, കറണ്ട് പോയ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി. അമേരിക്കയിലാണെങ്കിൽ ഉടൻ തന്നെ കോർപ്പറേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിക്കും. ഉടൻ സംവിധാനം, കോർപ്പറേഷനാണ് നിയന്ത്രിക്കുന്നത്, സംവിധാനം ഉണ്ടാക്കും. കേരളത്തിലാണെങ്കിലോ നമ്മൾ ചുറ്റുമുള്ള വീട്ടുകൾ നോക്കും, അവിടെ കറണ്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. ഇതൊരു കളിയായിക്കൊണ്ട് പറഞ്ഞാണെങ്കിലും ഇതിലൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ഒരു പൊതു, എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത്, എങ്കിലും ഒരു പൊതുവിൽ കാണുന്നൊരു കാഴ്ചപ്പാട്, ഇത്തരം ഒരു തെറ്റായ കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് മാറുക തന്നെ വേണം. അപ്പോൾ റോഡിൻ്റെയും മറ്റുമൊക്കെ സുരക്ഷ ഒരുക്കുന്നതിലും നിരത്ത് സംരക്ഷിക്കുന്നതിലുമൊക്കെ തന്നെ നമ്മുടെ കിഫ്ബിയുടെ ആ സംഭാവന എത്ര വലുതാണ്. ഇതിലൂടെയാണ് നമ്മുടെ ദേശീയപാത വന്നത്, ഇതിലൂടെയാണ് പല കെട്ടിട സമുച്ചയങ്ങളും ഉയർന്നു വന്നത് എന്നതുകൂടി കാണണം. കിഫ്ബിക്കെതിരെ സംസാരിക്കുമ്പോൾ കിഫ്ബി നമുക്ക് നൽകിയ സംഭാവന ഒരിക്കലും മറന്നു പോകരുത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മാത്രമല്ല, കിഫ്ബിക്ക് മറ്റൊരു പ്രത്യേകത എന്താണ്? റോഡിൻ്റെയും കാര്യത്തിൽ കർശനമായ മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെയും റോഡ് നിർമ്മിക്കാൻ പറ്റില്ല. ഈ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കിഫ്ബി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ കിഫ്ബിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്, കിഫ്ബിയെ നിലനിർത്തുകയും പ്രബലപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഭാവി ഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നതുകൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റ് ഗതാഗത മാർഗങ്ങളും കൂടി ആശ്രയിക്കണം നമുക്ക് കേരളത്തിൽ. ഇപ്പോൾ റോഡ് മാത്രമല്ല, നമുക്കറിയാമല്ലോ, ഒരു ഭാഗം മുഴുവൻ തീരദേശമാണ്, ഒരുപാട് കായലുകളുണ്ട്. ജലഗതാഗതത്തെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മെട്രോ, വാട്ടർ മെട്രോ എല്ലാം നമ്മൾ നന്നായി വിജയകരമായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയെയും ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തലിനെയും ഒരുപോലെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ജലപാതകളിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ റെയിൽവേ നമുക്ക് ആശ്രയിക്കാവുന്ന മറ്റൊരു ഗതാഗത സൗകര്യമാണ്. റെയിൽവേ ഇപ്പോൾ ഉള്ള തടസ്സം എന്താണ്? ഏറ്റവും അടുത്തടുത്താണ് നമ്മുടെ പട്ടണങ്ങൾ മുഴുവൻ. റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത് നോക്കിയാലും ഒക്കെ അറിയാം. റെയിൽവേ ക്രോസിംഗ് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ദീർഘനേരം ഒരു ട്രെയിൻ പോകുന്നതിന് വേണ്ടി, ട്രെയിൻ പോകുന്നതിന് 10 മിനിറ്റ് മുമ്പ് തുടങ്ങും, ട്രെയിൻ പോയതിന് ശേഷം വീണ്ടും 5 മിനിറ്റ് നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരു ദീർഘനേരമാണ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജുകൾ, ആർഒബികൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ ഗതാഗത സൗകര്യം വലിയ തോതിൽ മാറും. അപ്പോൾ പിന്നെ ലെവൽ ക്രോസിംഗ് ഇല്ലാതെ, റെയിൽവേ ക്രോസിംഗ് ഇല്ലാതെ നമുക്ക് മേൽപ്പാലങ്ങളും അണ്ടർപാത്തുമൊക്കെ വരേണ്ടുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൻ്റെ ഗതാഗത പുരോഗതിയിൽ അതുകൂടി നമുക്ക് ഉൾപ്പെടുത്തി പോകാൻ കഴിയണം. അതുപോലെ തന്നെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തലിൻ്റെ ഭാഗമായി ജലഗതാഗതത്തെ സംബന്ധിച്ചും നമ്മുടെ തീവണ്ടി യാത്ര മെച്ചപ്പെടുത്തുന്നതും, ഇനി വിമാന സർവീസുകൾ, പുതിയ വിമാനത്താവളങ്ങൾ, അതും ഏതെങ്കിലും മറ്റു സംസ്ഥാനങ്ങൾ പോലെയല്ല, നമുക്ക് എല്ലാ പട്ടണങ്ങളിലേക്കും യാത്ര അനിവാര്യമാണ്. ഇപ്പോൾ വിദേശത്തായാലും പുറത്തേക്കായാലും എല്ലാ പട്ടണങ്ങളിൽ നിന്നുമാണ് ജനങ്ങൾ പോകുന്നത്. അപ്പോൾ പരമാവധി റെയിൽവേ സൗകര്യം, ഇപ്പോൾ ശബരിമലയിൽ ഒരു വിമാനത്താവളം നമ്മുടെ സ്വപ്നമാണ്. അങ്ങനെ പല വിമാനത്താവളങ്ങളും വികസിപ്പിച്ച് വായു ഗതാഗതവും
എയർവേയും നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് കേരളത്തിൽ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പുതിയ സങ്കല്പത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ ഇവിടെ നിങ്ങളുടെ ചർച്ചയും തുടർന്ന് പാനലിസ്റ്റ് അതിൽ ഡോക്ടർ ആശാലത ഇവിടെ അതിൻ്റെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തും, അങ്ങനെയല്ലേ? അതിനെല്ലാം ആസ്പദമാക്കിക്കൊണ്ടുള്ള നല്ല ചർച്ച, നല്ല തീരുമാനം നമ്മുടെ ഈ ഗതാഗത രംഗത്തെ വികസന രേഖ രൂപപ്പെടുത്തുന്നതിൽ ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, സമയം അവരോട് പോയല്ലേ, ഞാൻ അല്പസമയം കൂട്ടിയെടുക്കുന്നതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അടുത്തതായി നമുക്ക് ഈ പാനലിസ്റ്റുകളുടെ ആദ്യ ചർച്ച വരുന്നത് ഡോക്ടർ ആശാലത മാഡമാണ്. അവരെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട MLA DK മുരളി സർ, സിനി മാഡം, അജിത് കുമാർ സർ, എനിക്ക് ആ ഷെഡ്യൂൾ സണ്ണി എബ്രംസ്, ഓക്കെ, പിന്നെ അരുൺ, പിന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന താങ്ക് യു. ഈ സെമിനാർ റോഡും മറ്റ് ഗതാഗത മാർഗങ്ങളും എന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഈ സെമിനാറിലേക്ക് ഇതിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും ഞാൻ ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇതിൻ്റെ ബേസിസിൽ ഞാനിപ്പോൾ നാറ്റ്പാക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഡയറക്ടറായിട്ട് ജാനുവരി 2026 ചാർജ് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നാറ്റ്പാക്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്നു എന്ന് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അധ്യക്ഷൻ വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ തുടക്കങ്ങളും ഇട്ടു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു എൻജിനീയറിംഗ് ആസ്പെക്റ്റിൽ എല്ലാ ആസ്പെക്ട്സും അദ്ദേഹം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നേ സിനി മാഡം എൻ്റെ ടീച്ചറായിരുന്നു. ഞാൻ CET-യിലെ ട്രാൻസ്പോർട്ടേഷൻ വിഭാഗത്തിൽ ഫാക്കൽറ്റി മെമ്പറായിരുന്നു. അവിടുന്ന് പിന്നെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്. എൻ്റെ സ്റ്റുഡൻറ്റും കൂടെയാണ് അരുൺ. അപ്പം ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് എല്ലാ ഒരു കോമ്പിനേഷനും ഉണ്ട്. അപ്പോൾ എന്നെക്കാളും എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കൽ സൈഡിൽ വളരെ നോളജബിളാണ് സണ്ണി സാറ്, സിനി മാഡവും അജിത് കുമാർ സാറും. എന്തായാലും നാറ്റ്പാക്ക് എന്ന സ്ഥാപനം ഞങ്ങൾ ബേസിക്കലി ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ പോളിസീസ് ഫോർമുലേഷനിലും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കമ്മിറ്റീസിലും ഒരു അഡ്വൈസറി റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അത് കാണാൻ പറ്റും, ഇവിടെ ഉണ്ടല്ലേ ലാപ്ടോപ്പ്, ഇല്ലെങ്കിൽ അപ്പോൾ ഒരു ടിപ്പിക്കൽ പ്രസൻറ്റേഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഇപ്പം നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ റീബിൽഡ് കേരള അതിലെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം എനിക്ക് തോന്നിയത് എല്ലാ എമർജിങ് ടെക്നോളജീസും കേരളത്തിലെ റോഡുകളിൽ ഒരു കുറേ എക്സ്പെരിമെൻ്റൽ സ്ട്രെച്ചസ് എടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മുൻകൈ എടുത്ത ആ ഒരു പൊളിറ്റിക്കൽ വിൽ, അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് അത് പല സംസ്ഥാനം എല്ലാ കൺസ്ട്രക്ഷനിലായാലും സേഫ്റ്റി റിലേറ്റഡ് ആയാലും പല അത് ബിറ്റുമിനസ് നമ്മൾ സാധാരണ കാണുന്ന ഒരു ബ്ലാക്ക് ടോപ്പ് സർഫസ് ആണ് നമ്മൾ ടെക്നിക്കലി പറയും ടാർ ഇട്ട റോഡ് എന്നൊരു കോമൺ
ലാംഗ്വേജ് നമ്മൾ പറയാം, ടാറിട്ട റോഡായാലും സിമൻ്റ് ഇട്ട റോഡിലായാലും പല കൈൻഡ് ഓഫ് എമർജിങ് ടെക്നോളജീസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ പല പല സ്ട്രെച്ചസിലും നമ്മളത് ഇട്ട് പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന നല്ലൊരു തുടക്കം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് പലതിൻ്റെ നമ്മൾ കുറേ പൈസ സ്പെൻഡ് ചെയ്താണ് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്തത്. പക്ഷേ അത് റോഡുകളിൽ അതിൻ്റെ പെർഫോമൻസും കൂടെ നമ്മൾ കണ്ടിന്യൂസ്ലി ഒന്ന് മോണിറ്റർ ചെയ്താൽ അത് നമുക്ക് നല്ലൊരു ഡേറ്റാ ബേസ് ആയിരിക്കും. ഇനി അങ്ങോട്ടേക്ക് ഒരു റോഡ് സ്ട്രെച്ച് വരുമ്പോൾ, ഒരു സിമിലർ കണ്ടീഷൻ റോഡ് സ്ട്രെച്ച് വരുമ്പോൾ ആ ടെക്നിക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണോ, അല്ലെ അതിനെന്തെങ്കിലും കേരള കണ്ടീഷനിൽ പറ്റുന്നതാണോ, അല്ലെ അതിലെന്തെങ്കിലും ഇംപ്രവൈസേഷൻ വേണോ, അതോ നമ്മൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്ക് എടുക്കണോ, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ. ബിക്കോസ് ഇതൊക്കെ ലേണിംഗ് ലെസൺസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും അത് അക്കാഡമീഷ്യൻസ്, റിസർച്ചേഴ്സിന്, ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസിന് അത് അവൈലബിൾ ആക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമുക്ക് ജസ്റ്റിഫയബിൾ ആകും. അതാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ വേറൊരു കാര്യം എനിക്കിതിൽ പറയാനുള്ളത്, പണ്ടത്തെ കാലത്തായിരുന്നു നമുക്ക് ഈ ആൾക്കാരെ എത്രയും പെട്ടെന്ന് എത്രയും ഫാസ്റ്റായിട്ട് നീക്കുക എന്നൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് മൂവിങ് പീപ്പിൾ ഇക്വിറ്റബിളി എന്ന് പറഞ്ഞാൽ ഒരു റോഡ് നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം ഇൻക്ലൂസീവാണ്, എത്രത്തോളം നമ്മുടെ ജനങ്ങൾക്ക് ആക്സസബിൾ ആണ്, അത് എത്രത്തോളം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും, ഈ രീതിയിലാണ് ഇപ്പം നമ്മൾ ആ ഒരു സംവിധാനത്തെ അളക്കുന്നത്. അല്ലാതെ എത്ര സ്പീഡിൽ പോകുന്നു എന്നുള്ളതല്ല. അപ്പോൾ അതിലൊരു ടോട്ടൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇൻ്റലിജൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, പണ്ടൊക്കെ നമ്മൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ പോയി ജംഗ്ഷൻ പഠിച്ച് അതിന് വേണ്ടി ഡിസൈൻ ചെയ്യുക, ഒരു റിയാക്റ്റീവ് അപ്രോച്ചാണ്. ഇപ്പോൾ ഇൻ്റലിജൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ വന്നതിന് ശേഷം അതിൽ നിന്ന് നമുക്കൊരു പ്രൊയാക്റ്റീവ് അപ്രോച്ചിലോട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം ഈ വെഹിക്കിൾ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഏതൊക്കെ കൈൻഡ് ഓഫ് കൊളീഷൻസ് വരാം. അപ്പോൾ അങ്ങനെ ഒരെണ്ണം നമ്മളൊരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് വരുമ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ ജംഗ്ഷൻസ് രൂപകൽപ്പന ചെയ്യണം. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി, ഇപ്പോൾ വിഷൻ 0 എന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ദാറ്റ് ഈസ് 2030 ആകുമ്പോഴത്തേക്കും 50% കുറവിലോട്ട് നമ്മുടെ ആക്സിഡൻറ്റ്സ് എത്തിക്കുക എന്നതാണ് UN-ൻ്റെ ഒരു ടാർജറ്റ്. അപ്പോൾ അതിലോട്ട് പോകാൻ വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും പല ആക്ഷൻ പ്ലാനുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷൻ 0 എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നു സേഫ്റ്റി റിഡ്യൂസ് ചെയ്യാൻ ഏറ്റവും വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇൻ്റലിജൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. പിന്നെ ഏറ്റവും കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് നമ്മുടെ വാട്ടർ മെട്രോ. അപ്പം ആ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇന്ത്യക്ക് തന്നെ ഇപ്പോൾ ഒരു റോൾ മോഡൽ ആയിരിക്കുകയാണ്. ഇപ്പം ആസ് ഓഫ് നോ അത് കൂടുതൽ നമ്മുടെ ടൂറിസം പ്രൊമോഷനിലോട്ടാണ് പോകുന്നത്. പക്ഷേ കുറേ കൂടെ നമ്മൾ അതിൻ്റെ നെറ്റ്വർക്ക് വിപുലീകരിക്കുകയും കുറച്ചുകൂടെ എനിക്കൊന്ന് നമ്മുടെ മെയിൻ ലാൻഡുമായിട്ട് കണക്ടിവിറ്റിയും അതുപോലെ ഐസൊലേറ്റഡ് ഉള്ള പിന്നെ ഐലൻഡ്സിലുള്ള കണക്ടിവിറ്റിയും വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നമ്മുടെ സാധാരണ ആൾക്കാരെ നമുക്ക് കുറേ കൂടെ അട്രാക്ട് ചെയ്യാൻ പറ്റും, സാധാരണ റൈഡർഷിപ്പ് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ വളരെ നമുക്ക് ശ്ലാഘനീയമായ കുറേ പദ്ധതികളാണ്. അതുപോലെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയാണ് എല്ലാ കൈൻഡ് ഓഫ് എന്താ പറയുക ട്രാൻസ്പോർട്ട് മോഡ്സിൻ്റെയും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് മാത്രമല്ല അതിൻ്റെ നമ്മൾ സാധാരണ ഒരു എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നല്ലൊരു റോഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ നല്ലൊരു മെട്രോ അല്ലെങ്കിൽ നല്ലൊരു വാട്ടർ മെട്രോ അത് മാത്രം ഉണ്ടായിട്ട് അതൊരു സ്റ്റാൻഡ് അല്ല, അത് മാത്രം ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല. ഇതിനെ എല്ലാം കൂടെ എത്ര ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ടെക്നിക്കലി നമ്മൾ പറയുന്നത് മോഡൽ ഇൻ്റർചേഞ്ച് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ട്രെയിനിൽ വന്ന് ഇറങ്ങിയാൽ അല്ലെങ്കിൽ മെട്രോ ട്രെയിനിൽ വന്ന് ഇറങ്ങിയാൽ എനിക്ക് ഉൾപ്രദേശത്ത് പോകാൻ ഇപ്പം എനിക്ക് മെട്രോ ട്രെയിനിൽ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് A to B ട്രാവൽ എൻ്റെ ടൈം ചിലപ്പോൾ അതൊരു 30 മിനിറ്റോളം കുറച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം കുറച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനുശേഷം എനിക്ക് എത്തിപ്പെടേണ്ട ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എത്തിപ്പെടേണ്ട എൻ്റെ വർക്ക് പ്ലേസിലോ വീണ്ടും ഞാനൊരു 1.5 മണിക്കൂർ പല സ്റ്റോപ്പുകളിലായിട്ട് നിൽക്കുകയും ഓട്ടോറിക്ഷയും ടാക്സിയും അങ്ങനെ പലതും പിടിച്ച് പോകേണ്ട ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് ഒട്ടും എഫിഷ്യൻ്റ് അല്ല എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ പല മോഡ്സ് അതിൻ്റെ പ്രോപ്പറായിട്ട് ഇൻ്റഗ്രേഷൻ ഇല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് നമ്മളൊരു സംവിധാനത്തിനെ ഡെവലപ്പ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുകയില്ല.
അപ്പോൾ മോഡൽ ഇൻ്റർചേഞ്ച് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വൈറ്റില മൊബിലിറ്റി ഹബ്ബാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് നമ്മുടെ ഇൻലാൻഡ് വാട്ടർവേസ് ആണ്. അത് മാക്സിമം ഡെവലപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഫ്രൈറ്റ് മൂവ്മെൻറ്റ്സ്, അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അപകടത്തിനൊരു കാരണം അത് തന്നെയാണ്. ഈ ഫ്രൈറ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ കൂടെ നമുക്ക് ഈ വാട്ടർ വഴി കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റോഡുകളിലെ ഈ കൺജഷനും അതുപോലെ സേഫ്റ്റി ഇഷ്യൂസും വളരെയധികം തന്നെ ഒരു ലാർജർ എക്സ്റ്റെൻറ്റ് തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മുടെ ഇൻലാൻഡ് വാട്ടർവേ ഓൾറെഡി തന്നെ നാറ്റ്പാക്കിൻ്റെ കൂടെ ഒരു വർക്കിൻ്റെ ബേസിസിലാണ് നമ്മുടെ നാഷണൽ വാട്ടർവേ 3 അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായതും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോൺടെസ്റ്റിൽ ഞാൻ എൻ്റെ പ്രസൻറ്റേഷനോട് പോകാം. നാറ്റ്പാക്ക് എന്ന സ്ഥാപനം ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഒരു മൊബിലിറ്റി ലാൻഡ്സ്കേപ്പാണുള്ളത്. അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മുടെ അധ്യക്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ടോപ്പോഗ്രഫി, നമുക്കൊരു ലീനിയർ ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ 44 റിവേഴ്സ്. അപ്പോൾ ആ റിവേഴ്സിനെ അതുകൊണ്ടാണ് നമ്മൾ ഇൻലാൻഡ് വാട്ടർവേ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കിൾ പോപ്പുലേഷൻ, അതും ഒരു ഇന്ത്യയുടെ ഹയസ്റ്റ് ട്രാഫിക് ഡെൻസിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ ആക്സിഡൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 3rd പൊസിഷനാണ് കേരളം ഓക്യുപ്പൈ ചെയ്യുന്നത്. നമുക്കൊരു ഡ്യൂബിയസ് റെക്കോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ആക്സിഡൻറ്റ് നമ്പർ ഓഫ് ആക്സിഡൻസിലാണ് നമ്മൾ 3rd പൊസിഷനിൽ വരുന്നത്. പക്ഷേ ആക്സിഡൻറ്റ് ഡെത്ത് അല്ലെങ്കിൽ ഫെറ്റാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ആവറേജിൽ നമ്മൾ വളരെ കുറവാണ്. 7.6 ആണ്. 100 പേരിൽ 7.6 ആണ്. ഇന്ത്യയിലാണെങ്കിൽ 36 ആണ്. അതുപോലെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ആ പടം എന്ന് പറഞ്ഞാൽ എല്ലാ കൈൻഡ് ഓഫ് മോഡ്സ് ഓഫ് ട്രാഫിക്കും റോഡിൽ ഒട്ടും സെഗ്രിഗേറ്റ് ചെയ്ത് എല്ലാവരും ഒരു മിക്സപ്പ് ചെയ്തുള്ളതാണ് ട്രാവലിംഗ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ റോഡ് റൂൾസ് പലപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഈവൻ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് സീബ്ര ക്രോസിംഗ്, വെഹിക്കിൾ അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്. പക്ഷേ ഫ്രണ്ടിലുള്ള ആളും എനിക്ക് തോന്നുന്നു റോഡ് സേഫ്റ്റി അവെയർ ആണെങ്കിൽ അദ്ദേഹം അവിടെ നിർത്തും. പക്ഷേ ബാക്കിൽ നിന്ന് വരുന്ന 2 വീലർ ഇയാളെ ഓവർടേക്ക് ചെയ്ത് പെഡസ്ട്രിയൻ ക്രോസിംഗിൽ കൂടെ പോകുന്ന വ്യക്തിയെ ഇടിച്ച്
ആ വ്യക്തി മരണപ്പെട്ട പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ റീസൺ എന്ന് പറയുന്നത് നമുക്കൊരു ലെയിൻ ബേസ്ഡ് ഒരു ഡ്രൈവിംഗ് സിസ്റ്റം നമുക്കില്ല. പിന്നെ ഈ കൈൻഡ് ഓഫ് ഒരു ട്രാഫിക്കാണ് നമുക്ക് അവിടെ നോയ്സ് പൊല്യൂഷനും അതുപോലെ തന്നെ എയർ പൊല്യൂഷനിൽ ഒരു മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് സെക്ടറിൽ നിന്നാണ് വരുന്നത്. പിന്നെ അതുപോലെ ഈ ഡിലേ ആകുമ്പോൾ നമ്മുടെ ഫ്യൂവൽ കൺസംഷനും ടൈം നമുക്ക് മണിയായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ അവിടെയൊക്കെ നമുക്കൊരു മോണിറ്ററി ലോസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന ലക്ഷ്യത്തിൽ പോകുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻലാൻഡ് വാട്ടർവേസ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഏരിയാസിൽ ഇത് ഞങ്ങൾ ചെയ്യുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏരിയാസാണ്. കോസ്റ്റൽ ഹൈവേ, ഹിൽ ഹൈവേയുടെ DPR പ്രിപ്പറേഷനിൽ ഞങ്ങൾ ഇൻവോൾവ് ആണ്. അതുപോലെ പേയ്മെൻറ്റ് പെർഫോമൻസ് സ്റ്റഡി, പേയ്മെൻറ്റ് മെറ്റീരിയൽസ്. ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോറീസ് ഒക്കെ ഡിപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷന് നമുക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് വേണം. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു നമ്മുടെ കോസ്റ്റൽ ഹൈവേയിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു സസ്റ്റൈനബിൾ എന്താ പറയുക ഒരു ഫീച്ചറാണ് എന്ന് പറഞ്ഞാൽ അതിൽ സൈക്കിൾ ട്രാക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ സൈക്കിൾ ട്രാക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ദ എൻറ്റയർ ലെങ്ത്. അപ്പോൾ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ ഗുഡ് എക്സാമ്പിൾ. പിന്നെ അതുപോലെ തന്നെ ദിസ് വിൽ ബി നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം ബൂസ്റ്റപ്പ് ചെയ്യാനും ദിസ് വിൽ ഹെൽപ്പ് us. പിന്നെ അതുപോലെ മേജർ റോഡ്സിലെ കൺജഷൻ കുറയ്ക്കാനും ദിസ് വിൽ ഹെൽപ്പ്. ആൻഡ് നാറ്റ്പാക്ക് ആണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഫൈനലൈസ് ചെയ്ത് ആൻഡ് ഓൾസോ മാസ്റ്റർ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് നാറ്റ്പാക്ക് ആണ്. പിന്നെ ഞാൻ അതുപോലെ നമ്മുടെ കൊച്ചി സിറ്റിയിലെ മേജർ കനാൽസ് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു കനാൽ നെറ്റ്വർക്ക് അത് ഇൻലാൻഡ് നാവിഗേഷൻ പ്രൊമോട്ട് ചെയ്യാനും ടൂറിസം പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ റിക്രിയേഷണൽ പർപ്പസിനും അത് വളരെ ഉപയോഗപ്രദമായിരിക്കും. അതിനുള്ള സ്റ്റഡീസും നാറ്റ്പാക്കിൽ നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി വാട്ടർ മെട്രോ അത് ഇന്ത്യയിൽ തന്നെ പിന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ്. അതിന് നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ തന്നെ ഒരു 5.5 മില്യൺ പാസഞ്ചേഴ്സ് അതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറേ കൂടെ ടൂറിസത്തിനാണ് അത് ഇപ്പം പ്രൊമോഷനാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു റീസണായിട്ട് ഞങ്ങൾ പല സ്റ്റഡീസെല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അവരുടെ ബോട്ട് സർവീസസ് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് മിനിമൽ ഫെയർ 6 ആകുമ്പം കൊച്ചി വാട്ടറിൻ്റെ അത് 20 രൂപയാണ്. അപ്പം പക്ഷേ എന്താ പറയുക, ഇവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് അവർക്കത് കുറയ്ക്കുക എന്ന് പറയുന്ന പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ നെറ്റ്വർക്ക് കുറേ കൂടെ വൈഡൻ ചെയ്യും. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ള ഡിസ്കഷൻസ് ഒക്കെ പ്രപ്പോസൽസ് ആർ ബീങ് ഡിസ്കസ്ഡ്. വൈഡൻ ചെയ്യുകയും മെയിൻ ഏരിയ ആയിട്ട് കണക്ട് ചെയ്യുകയും ഐസൊലേറ്റഡ് ഐലൻഡ്സ് ആയിട്ട് കണക്ട് ചെയ്ത് ദാറ്റ് വിൽ ബിക്കം മോർ, ഇറ്റ് വിൽ ഇൻക്രീസ് ദ റൈഡർഷിപ്പ്. ഓക്കെ, ഇത് കൊച്ചി വാട്ടർ മെട്രോൻ്റെ ഇൻസൈഡ് ഒരു ഗ്ലിംസ് ആണ്. പിന്നെ അതിൽ നിന്ന് കിട്ടിയ ഒരു പോസിറ്റീവ് നോട്ടിൻ്റെ ബേസിസിൽ ഞങ്ങൾ ഓൾറെഡി ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഇതുപോലെ വാട്ടർ മെട്രോ കൊല്ലത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ഫീസിബിലിറ്റി സ്റ്റഡീസ് ദാറ്റ് ആർ ഓൾസോ ഗോയിങ് ഓൺ. അപ്പോൾ അതിൻ്റെ ഫീൽഡ് സർവേസ് ഒക്കെ നാറ്റ്പാക്ക് ഇപ്പോൾ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏതൊരു ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കും അത് എഫിഷ്യൻ്റ് ആകുന്ന അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയാണ്. അപ്പോൾ അതൊരു ഒരു സീംലെസ് മൾട്ടി മോഡൽ ഇൻ്റഗ്രേഷൻ, നമ്മളൊരു ടെക്നിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മോഡ്സിനും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ഈ ഒരു മോഡിൽ നിന്ന് വേറെ മോഡിലോട്ട്, ദാറ്റ് ഈസ് ഇപ്പോൾ ട്രെയിനിൽ നിന്ന് ബസ്സിലോട്ട് അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് വാട്ടർ മെട്രോട്ട് പോകാനുള്ള ടൈം മിനിമം ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ സിംഗിൾ ടിക്കറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വൈറ്റ്ല ഹബ്ബിൽ. അപ്പോൾ അതൊക്കെ നല്ല കുറേ തുടക്കങ്ങളാണ്. അതുപോലെ ട്രാൻസിറ്റ് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റ്, പിന്നെ സേഫ് ഇൻക്ലൂസീവ് ആൻഡ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഞങ്ങൾ എത്രത്തോളം ഈ മെട്രോ ആസ് വെൽ എസ് വാട്ടർ മെട്രോയിലോട്ട് നമ്മൾ ഓൾറെഡി റോഡ് മുഖാന്തരം പോകുന്നതിൽ എത്ര പേര് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നൊരു സ്റ്റഡി നോക്കിയിട്ട് ഏത് ആസ്പെക്റ്റ് കൊണ്ടാണ് അവരിപ്പോഴും ഷിഫ്റ്റ് ചെയ്യാതെ നിൽക്കുന്നത് അത് പഠിച്ചിട്ട് അതിൻ്റെ ബേസിസിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കുക. അത് എനിക്കൊന്ന് നാറ്റ്പാക്കിൽ ഒരു ഓൺഗോയിങ് പ്ലാൻ പ്രോജക്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെട്രോസിൻ്റെ വാട്ടർ മെട്രോൻ്റെയൊക്കെ റൈഡർഷിപ്പ് കൂട്ടാൻ പറ്റും. പിന്നെ നമ്മുടെ
ഓൾറെഡി എക്സിസ്റ്റിംഗ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ബസ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് അതിൻ്റെ ഒരു റീഡിസൈനിങ് നമ്മളിപ്പോൾ നടത്തുന്നുണ്ട്. അതൊരു പ്ലാൻ പ്രോജക്റ്റ് പോലെയാണ്. ഒരു മൾട്ടി ക്രൈറ്റീരിയ അപ്രോച്ചിൻ്റെ ബേസിസിൽ ഏതൊക്കെയാണ് എഫിഷ്യൻറ്റ് റൂട്ട്സ്, പാസഞ്ചർ ഡിമാൻഡിൻ്റെ ബേസിസിൽ എഫിഷ്യൻറ്റ് റൂട്ട്സ് എവിടെയൊക്കെയാണ് പ്രോപ്പർലി ബസ് സ്റ്റോപ്സ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡിയും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു GIS ടൂൾസ് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സ്റ്റഡീസാണ്. അതുപോലെ തന്നെ കേരളത്തിന് ഒരു പാർക്കിംഗ് പോളിസി ഫ്രെയിംവർക്ക് അതും നാറ്റ്പാക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വിഷൻ 0 അല്ലെങ്കിൽ 50% കുറവ് ഉള്ള ആക്സിഡൻറ്റ് ഡെത്ത് 2030 ആകുമ്പോഴത്തേക്കും നമ്മുടെ നിരത്തുകൾ കൊണ്ടുവരിക. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിൻ്റെ കേരളം എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് എടുത്തു? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റോഡ് സേഫ്റ്റി ആക്ഷൻ പ്ലാൻ 2025-2030 അത് വിച്ച് ഈസ് അലൈൻ വിത്ത് സേഫ് സിസ്റ്റം അപ്രോച്ച് അത് നമ്മൾ ഓൾറെഡി ഗവൺമെൻറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് കൺസിഡറേഷന് ആൻഡ് ഓക്കെ I'll just quickly, these are some, ഇതാണ് നാറ്റ്പാക്ക് എടുത്ത കുറേ സേഫ്റ്റി ഇനീഷ്യേറ്റീവ്സ് ആണ്. പിന്നെ കുറേ സ്മാർട്ട് IT ബേസ്ഡ്, ദാറ്റ് ഈസ് സ്മാർട്ട് മൊബിലിറ്റിക്ക് വേണ്ടി കേരള ഗവൺമെൻറ് എടുത്ത സംവിധാനങ്ങളും അതിൻ്റെ ബേസിസിൽ നാറ്റ്പാക്ക് ഡെവലപ്പ് ചെയ്തത്. ഒരു എന്ന് പറഞ്ഞാൽ ആംബുലൻസസ് ഒക്കെ വരുമ്പം സിഗ്നലിൽ നിർത്തി തന്നെ മിക്കവാറും രോഗി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എമർജൻസി റെസ്പോൺസ് സിസ്റ്റം ഇത് നാറ്റ്പാക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് ഒരു ഇൻ്റർസെക്ഷനിലോട്ട് എത്തുമ്പം അത് ഇൻ്റർസെക്ഷൻ ജംഗ്ഷൻ അപ്രോച്ച് നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഇൻ്റർസെക്ഷൻ സ്റ്റോപ്പ് ലൈനിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതനുസരിച്ച് ഇപ്പോൾ ഗ്രീൻ സിഗ്നൽ ആണെങ്കിൽ ഗ്രീൻ സിഗ്നൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ആ ഫേസിൽ അത് വരുന്ന ആ ഒരു അപ്രോച്ചിന്. അല്ലെങ്കിൽ റെഡ് ആണെങ്കിൽ അത് ഗ്രീൻ ആക്കി അതിന് മുന്നേ ഉള്ള വെഹിക്കിൾസും ഇതിനും കടന്നു പോകാനൊരു സംവിധാനം. ഇത് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു ട്രയൽ റൺ നടത്തുകയുണ്ടായി. പിന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ റോഡ്സ് അല്ലെങ്കിൽ ഏത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആസ് ഫാർ ആസ് പോസിബിൾ ഹൈ റിസ്ക് സോൺസ് അവോയ്ഡ് ചെയ്യുക. പക്ഷേ എക്സിസ്റ്റിംഗ് സോൺസ് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് അതിൻ്റെ ബേസിസിൽ നാറ്റ്പാക്ക് ഒരു റിസ്ക് അസസ്മെൻറ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റോഡ്സ് അതിപ്പോൾ ഒരു ഹസാർഡ് ലൊക്കേഷൻ കൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് ഏതൊക്കെ ഓൾട്ടർനേറ്റ് റൂട്ട്സ് ഉണ്ട് ആ ഓൾട്ടർനേറ്റ് റൂട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ഒരു പ്ലാൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൾട്ടി ക്രൈറ്റീരിയ ലാൻഡ് ഹസാർഡ്സ്, അതൊരു ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്സ്, ഇങ്ങനെ ഇത് എല്ലാ കൈൻഡ് ഓഫ് ഹസാർഡ്സും കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു GIS ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മൾട്ടി ക്രൈറ്റീരിയ അപ്രോച്ചിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു റിസ്ക് അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇത് മൂന്നാറിൽ നടത്തിയ ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ഇത്രയും ഈ റോഡ്സിന് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് നമ്മൾ സജസ്റ്റ് ചെയ്ത ഓൾട്ടർനേറ്റ് റൂട്ട്സ്. അതുപോലെ തന്നെ ഒരു ഇതുപോലെ ഒരു നാച്ചുറൽ ഹസാർഡ് വരികയാണെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മുടെ റിലീഫ് ക്യാമ്പ്സ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ബിക്കോസ് അവിടെ എത്തിപ്പെടണം ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ അതുപോലെ എമർജൻസി വെഹിക്കിൾസ് അപ്പോൾ അതിനുള്ള ഒരു റിലീഫ് ക്യാമ്പ്സിൻ്റെ ഒരു ജിയോ റെഫറൻസ്ഡ് മാപ്പും നാറ്റ്പാക്കിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വളരെ അഗ്രസീവായിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസാണ് കേരളത്തിനുള്ളത്. അതുപോലെ ഹൈ ഇൻറ്റൻസിറ്റി റെയിൻഫോൾ, അപ്പോൾ അതിനെയൊക്കെ ഈ റോഡിൻ്റെ പ്രിമച്ചർ ഫെയിലിയർ അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നമ്മളിവിടെ നടക്കുന്നുണ്ട്. കൊയർ ജിയോസെൽസ് ഉപയോഗിച്ചും കൺസ്ട്രക്ഷൻ ഡിമോളിഷൻ വേസ്റ്റ് ഉപയോഗിച്ചും റാപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫുൾ ഡെപ്ത് റീക്ലമേഷൻ FDR അതും നമ്മൾ ഓൾറെഡി PWD എഞ്ചിനീയേഴ്സിനെ അവർ കോൺഫിഡൻസിലെടുത്ത് എൻകറേജ് ദം ടു ടേക്ക് അപ്പ് roads about 300 kilometers PMGSY roads FDR ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതുപോലെ വി ആർ ഗീവിങ് ട്രെയിനിങ് ടു ദ യൂസർ ഏജൻസീസ്. ഇതാണ് നേരത്തെ സാറ് പറഞ്ഞ പോലെ യൂട്ടിലിറ്റി ഡക്റ്റ് എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈനൊക്കെ കുഴിക്കുന്ന കുഴിയിൽ വെള്ളം കെട്ടിക്കിടന്നാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ കുഴികളിൽ ഈ മണ്ണ് മൂടിയിട്ട് നമുക്ക് ഹെവി ആയിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന മഴ പെയ്യുമ്പോൾ അതങ്ങ് സെറ്റിൽ ഡൗൺ ചെയ്യും. അതിൽ വെള്ളം കെട്ടി കിടന്ന് രാത്രികളിൽ 2 വീലേഴ്സൊക്കെ അതിൽ പെട്ടാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നാറ്റ്പാക്ക് ഒരു കൺട്രോൾ ലോ സ്ട്രെങ്ത് മെറ്റീരിയൽ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതിനകത്ത് ഓൾട്ടർനേറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ട്രെഞ്ചിൽ നിറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കോമ്പാക്ട് ചെയ്താൽ അത് കുറച്ച് സമയത്തുള്ളിൽ തന്നെ അത് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുകയും ചെയ്യും.
നമുക്ക് നേരത്തെ ഉണ്ടായ പോലുള്ള ഈ വെള്ളം അതിൽ കെട്ടി നിൽക്കുന്ന സിറ്റുവേഷൻസ് വരികയില്ല. അതിൽ കൂടെ പോകുന്ന യൂട്ടിലിറ്റി ട്രെഞ്ചിന് ബുദ്ധിമുട്ട് അത് പൊട്ടുകയില്ല. മറ്റാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ യൂട്ടിലിറ്റി ഈ പൈപ്പ് ലൈൻസ് ഒക്കെ ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിനും ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. പിന്നെ ഇത് ഞങ്ങൾക്ക് പേറ്റൻറ്റ് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ്. മിക്കവാറും എല്ലാ പേയ്മെൻറ്റും ഫെയിൽ ചെയ്യുന്ന ഡ്രെയിനേജിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ കേർബ് സ്റ്റോണിൽ ഡ്രെയിനേജും കൂടി ഇൻബിൽറ്റ് ആയ 2 ഡിസൈൻസിന് നട്ട് പാക്കിന് പേറ്റൻറ്റ് കിട്ടിയതാണ്. പിന്നെ നമുക്ക് എന്തായാലും ഒരു എഫിഷ്യൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി എത്ര എഫിഷ്യൻ്റ് ആണെന്നുള്ളത് അതിൻ്റെ പാവപ്പെട്ട കാർ ഉപയോഗിക്കുന്നതല്ല, റിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അപ്പോൾ ആൾക്കാരെ ഈ പേഴ്സണലൈസ് മോഡിൽ നിന്ന് ഒരു മാസ് ട്രാൻസിറ്റ് സിസ്റ്റത്തിലോട്ട് മാറ്റുക, അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വളരെ ആവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ അതിനൊരു റെയിൽ സിസ്റ്റം കേരളത്തിന് വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരു വിഷണറി ഒരു യൂണിഫൈഡ് ട്രാൻസ്പോർട്ട് പ്ലാനിങ് അതോറിറ്റി വേണം. പലപ്പോഴും ഞങ്ങൾക്ക് ഡേറ്റ ഷെയറിങ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ പല ഏജൻസീസിൻ്റെ ഒരു കോർഡിനേഷൻ്റെ അപാകത, അതാണ് പലപ്പോഴും നമുക്കൊരു ഇഷ്യൂസ് ആയിട്ട് കാണുന്നത്. ഇത്രയാണ് ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലെറ്റ് us continue working together to translate our vision into safe road as well as seamless mobility. Thank you. അടുത്തതായി സംസാരിക്കുന്നതിന് സണ്ണി എബ്രഹാം. ഹലോ, ഈ തീം പേപ്പർ പ്രസൻറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ കേരളത്തിലെ റോഡിനെ സംബന്ധിച്ച്, ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ച് എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പേപ്പർ അതിനകത്തെ കണ്ടൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻജിനീയറിംഗ് ഡീറ്റെയിൽ എൻജിനീയറിങ്ങിലേക്ക് പോയില്ല എങ്കിൽ കൂടി ഇഷ്യൂസ് എല്ലാം സമഗ്രമായിട്ട് അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഏതായാലും 2026 നിന്ന് ഞാൻ പ്രധാനമായിട്ടും ഫ്യൂച്ചർ റോഡ്സിനെ കുറിച്ച്, ഫ്യൂച്ചർ റെഡി ട്രാൻസ്പോർട്ട് 2050 ചിന്തിക്കുമ്പോൾ കേരളം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ റോഡുകൾ എങ്ങനെയായിരിക്കണം, നമ്മളെങ്ങനെ ചിന്തിക്കണം എന്നതിനെക്കുറിച്ച് എംഫസിസ് കൊടുത്തുകൊണ്ട് 3-4 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് ജോലി ചെയ്തിട്ട് ആ PWDയിലേക്ക് വരുന്നത്. അപ്പോൾ കാണുന്നത് 20 mm ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുന്നതാണ്. എല്ലാ റോഡുകളും 20 mm ചിപ്പിംഗ് കാർപ്പറ്റ് വേഗത്തിൽ ചെയ്യും. അത് യഥാർത്ഥത്തിൽ അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ഡസ്റ്റ് പ്രൂഫിംഗ് ടെക്നോളജി എന്നത് ആണെന്നും അത് 1 വർഷം കൊണ്ട് തന്നെ മഴക്കാലത്ത് പോകാനുള്ളതാണെന്നും അന്ന് തിരിച്ചറിവില്ലായിരുന്നു. നമ്മൾ വേഗം അതൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഈ മഴയ്ക്ക് ഇത് പോകരുതെന്ന്. അതങ്ങ് പോകും. അതിൽ നിന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഡിസൈനർ റോഡിലേക്ക് വന്നു. ഡിസൈനർ റോഡെന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലി സേഫ് റോഡ്സിലേക്ക് വന്നു. താങ്ക്സ് ടു കിഫ്ബി നമ്മൾ റോഡിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് റോഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. നേരത്തെ നമ്മൾ മലപ്പുറത്തെ ലാറ്ററേറ്റിൻ്റെ മുകളിലും ആലപ്പുഴയിലെ ചെളിയുടെ മുകളിലും ഒരേ സ്പെസിഫിക്കേഷൻ റോഡ് ചെയ്തു വരുന്ന ഒരു കാലമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഓരോ സ്ഥലത്തെയും മണ്ണിൻ്റെ പ്രത്യേകത, അതിൻ്റെ CBR വാല്യൂ ഒക്കെ പഠിച്ച്, അതിൻ്റെ ട്രാഫിക് ഡെൻസിറ്റി, ട്രാഫിക് വോളിയം ഒക്കെ പഠിച്ചിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വന്നതുകൊണ്ടാണ് നമ്മുടെ റോഡുകൾ ഈ നിലയിൽ ഇന്നത്തേക്ക് വന്നത്. നമ്മൾ ആലോചിക്കുമ്പം ശരിക്കും നമ്മുടെ റോഡുകളൊക്കെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റാണ്, അതായത് ഇലാസ്റ്റിക് ഫൗണ്ടേഷനാണ്.
അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ റിജിഡ് ഫൗണ്ടേഷൻ, മറ്റേ ഇലാസ്റ്റിക് ഫൗണ്ടേഷനാണ്, ഫ്ലെക്സിബിൾ. ട്രെയിനിന് നമ്മൾ കാണുമല്ലോ, റെയിൽവേ ഒരു 10-60 സെൻറ്റിമീറ്റർ കനത്തിൽ മെറ്റൽ ഇട്ടിട്ടുണ്ട്. അടുത്ത് നിന്ന് നോക്കിയാൽ അറിയാം, ട്രെയിനിൻ്റെ വീൽ കടന്ന് പോകുമ്പോൾ താഴും, വീൽ പോകുമ്പോൾ പൊങ്ങും. റോഡുകളും യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. വീല് വരുമ്പോൾ അല്പം താഴും, പിന്നെ തിരിച്ചു വരും. ഇലാസ്റ്റിസിറ്റി അത് നിലനിർത്തണമെങ്കിൽ ഇതിന് ഡിസൈൻ്റെ തിക്നെസ് വേണം. റെയിൽവേയുടെ അടിയിൽ മെറ്റലിട്ടിരിക്കുന്ന പോലെ നല്ല കനത്തിൽ ഓരോ സോയിലിൻ്റെയും പ്രത്യേക അനുസരിച്ച് ഡിസൈൻ ചെയ്ത് ഫൗണ്ടേഷൻ കൊടുത്ത് ചെയ്യുന്ന റോഡുകളാണ് യഥാർത്ഥ റോഡുകൾ. നമ്മൾ പണ്ട് അങ്ങനത്തെ റോഡുകളല്ല ചെയ്തിരുന്നത്, നമ്മൾ റീസർഫസിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള റോഡിലേക്ക് നമ്മൾ വന്നു. ഇവിടെ ഉദ്ഘാടനം വിശദമായിട്ട് പറഞ്ഞു BM&BC. അതുമാത്രമല്ല, BM&BC അതിൻ്റെ ടോപ്പ് സർഫസ്, അതിൻ്റെ ഫൗണ്ടേഷൻ വേണം. ആ നിലയിലേക്ക് നമ്മുടെ റോഡുകൾ, അത് നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ അങ്ങനെ റോഡ് കണ്ട് ആലുവ ചേർത്തല റോഡില്ല, നമ്മൾ ആദ്യമായിട്ട് അങ്ങനത്തെ ഫൗണ്ടേഷനോട് കൂടിയ 4 ലൈൻ ട്രാഫിക് കണ്ടത്. പിന്നീട് നമ്മളിപ്പോൾ പല റോഡുകളിലേക്ക്, നമ്മുടെ കേരളത്തിലെ പല റോഡുകളിലേക്കും വന്നു. നമ്മൾ പിന്നെ റോഡുകളിലേക്ക് ആലോചിക്കുമ്പോൾ ഇപ്പോൾ NH-66 നമ്മൾ 6 ലൈനിലേക്ക് പോവുക. ഇപ്പം നാറ്റ്പാക്കിൻ്റെ സ്റ്റഡി അനുസരിച്ച് 2014 60,000 പാസഞ്ചർ കാർ യൂണിറ്റ്സാണ് നമ്മുടെ കഴക്കൂട്ടുനിന്ന് നിന്നും കടമ്പാട്ട് കോണത്തേക്ക് പോകുമ്പോൾ ഉള്ള ട്രാഫിക് ഡെൻസിറ്റി. 40,000 മുതൽ 60,000 വരെ ആകുമ്പോൾ, അല്ലെങ്കിൽ 90,000 വരെ ആകുമ്പോഴത്തേന് വി ഷുഡ് ഗോ ഫോർ 6 ലൈൻ. നമ്മളിപ്പോൾ 6 ലൈൻ ചെയ്യുക. ദാറ്റ് ഷോസ് നമ്മൾ 2015 6 ലൈൻ ചെയ്യേണ്ടതായിരുന്നു. 6 ലൈൻ നമ്മൾ ഈ ട്രാഫിക് ഇപ്പം മാഡം പറഞ്ഞതുപോലെ നമ്മൾ പുതിയ കാലത്തേക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് 6 ലൈൻ ഇപ്പം ചെയ്യാം, അടുത്ത 8 ലൈൻ ആക്കാം, 12 ലൈൻ ആക്കാം. നോ. അതുകൊണ്ട് നമ്മുടെ ട്രാഫിക് ഇഷ്യൂ ഭാവിയിൽ പരിഹരിക്കില്ല എന്ന് ആണ് മാഡം പറഞ്ഞത്. അതിന് ഉദാഹരണമാണ് നമ്മൾ ഷാർജയിൽ നിന്ന് ദുബായ് വരെ പോയാൽ മതി, 16 ലൈൻസ് ആണ്. പക്ഷേ രാവിലെ 8 മണിക്ക് ഓഫീസിൽ ചെല്ലേണ്ട ആൾ വെളുപ്പിനെ 5 മണിക്ക് കാറിൽ കയറിയിരിക്കണം. 8 ലൈൻസ്. ന്യൂയോർക്കിൽ തന്നെ 2 ലൈൻ ഫുൾ പേ ചെയ്യണം. ഫസ്റ്റ് ലൈനിൽ കറക്റ്റ് മന്ത്ലി ഫീസ് അടച്ചാൽ മാത്രമേ അതിലോട്ട് കയറാൻ പറ്റൂ. എന്നിട്ടും 4 മണിക്ക് കാറിൽ കയറിയിരിക്കും, 8 മണിക്ക് 7 മണിക്ക് ഓഫീസിൽ ചെല്ലാൻ. സോ ദാറ്റ്സ് നോട്ട്, അത് ശരിക്കും സയൻറ്റിഫിക് ആയിട്ട് ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. കാരണം റോഡുകൾ ശരിക്കും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉയർച്ചയുടെ, അതിൻ്റെ സ്ട്രെങ്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ലാണത്. അത് എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടും, വണ്ടികൾ വർദ്ധിക്കും. തിരിച്ച് നമ്മുടെ റോഡുകൾ, ഇപ്പോൾ ചെയ്ത റോഡുകൾ 5 വർഷം കഴിയുമ്പോഴത്തേന് നിറയും, നമുക്ക് അവിടെ കൂടെ ട്രാൻസ്പോർട്ടേഷൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തും. അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മുടെ സ്ഥിതി ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു പാവയ്ക്ക നടുവെ പിളർത്തിയ പോലെ നമ്മുടെ കേരളത്തിൻ്റെ ആ ഷേപ്പ്. നമുക്ക് അതുകൊണ്ട് ഒരുപാട് റോഡുകളും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പം നമുക്ക് പ്രധാനമായിട്ട് 4 റോഡ് പോകുന്നുണ്ട്. ഒന്ന് കോസ്റ്റൽ ഹൈവേ, അതിൻ്റെ ഇപ്പുറത്ത് നാഷണൽ ഹൈവേ, അതിൻ്റെ ഇപ്പുറം MC റോഡ്, ഹിൽ ഹൈവേ, ഇപ്പോൾ പ്രധാനമായിട്ടും. അപ്പം നമ്മൾ ഇപ്പോൾ തന്നെ ആലോചിക്കണം നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ റോഡുകളെ, പുതിയ റോഡുകൾ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സീംലെസ് ട്രാൻസ്പോർട്ടേഷൻ മോഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇനി വരുന്ന കാലത്ത് നാറ്റ്പാക്കിനൊക്കെ വലിയ കഠിനമായ ജോലിയാണ് ഉള്ളത്. ഒരുപാട് റിസർച്ച് ആവശ്യമുണ്ടെങ്കിലേ നമുക്ക് നിലനിൽക്കാൻ കഴിയൂ.